ഇങ്ങനെ ഓടിപ്പടിഞ്ഞിട്ട് ഈ ബസ്സും പിടിച്ച് ഞങ്ങൾ എല്ലാവരും പോകുന്നത് തൃശ്ശൂർ പൂരം കാണാനാണ്. കാര്യം ഞങ്ങൾ തൃശ്ശൂർക്കാരാണെങ്കിലും വീട്ടിൽ നിന്ന് തൃശ്ശൂർക്കെത്താൻ ഒരു 1.5 മണിക്കൂർ പിടിക്കും. കുറച്ചേരം അങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ട് ഒരു ഉറക്കം കൂടി കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ എത്തിയപാട് ഒരു കടയിൽ കയറി പപ്സും കഴിച്ച് നേരെ അമ്പലത്തിലോട്ട് നടന്നു. വഴിയിൽ വെച്ചിട്ട് വണ്ടി ഇങ്ങനെ കിറ്റ് കൊടുക്കണ്ടേ. അപ്പൊ അത് വാങ്ങിച്ച് തുറന്നേക്കുമ്പോ ജയലക്ഷ്മിയുടെ വിഷറിയും തൊപ്പിയൊക്കെ എവിടെ പോയാലും കൂട്ടത്തിൽ മിസ്സായി പോലെ എനിക്ക് ശീലായി പോയി. ഇവിടെയും അങ്ങനെ തന്നെ. ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് നിയമന്മാരെന്നെ തപ്പിപ്പിടിച്ച് കൂട്ടത്തിൽ കൂട്ടി. എന്നിട്ട് നേരെ പോയിട്ട് മേളൊക്കെ കണ്ട് കുറച്ചേരം അവിടെ നിന്ന് കുടമാറ്റത്തിനുള്ള സമയം ഏതാണ്ട് ആവാറായപ്പോ തന്നെ ഞങ്ങൾ ഈ തിരക്കിനുള്ളോട്ട് കയറി തുടങ്ങി. ആ ഗ്യാപ്പിൽ നോക്കുമ്പോഴേ ഞങ്ങളുടെ കൂട്ടുകാരെ മത്തി നിൽക്കണം. ഇത്രയും തിരക്കിന്റെ ഇടയിലും ഇങ്ങനെ ഉന്തി തള്ളി കയറി കഴിഞ്ഞിട്ട് ഇങ്ങനെ പൂരം കണ്ടിട്ട് കിട്ടുന്ന വൈബ് വേറെ. ഇവനാണ് ഇന്നത്തെ മെയിൻ ഫോട്ടോഗ്രാഫർ. കണ്ടില്ലേ, എല്ലാവർക്കും ഫോട്ടോ എടുത്തിട്ടുണ്ട്. പൂരത്തിന്റെ ഇടയിൽ വേടന്റെ ഫ്ലെക്സ് ഉണ്ടതിൽ ഒരു മിനി കൺസേർട്ട് നടത്തിയോടെ നേരം തിരിട്ടി തുടങ്ങിയപ്പോഴും കളർ കൊടകൾ ഇറങ്ങി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നൈസായിട്ട് ഇറങ്ങിയാണ്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഴം വറുത്തൊക്കെ തിന്നവിടെ പാരമക്കാവിന്റെ ഫ്രണ്ടിലുള്ള ഈ മിൽക്ക് സർബത്ത് ഉണ്ടല്ലോ, അതൊരു 1.5 റേറ്റ് ആയിരുന്നു. അമ്പലത്തിലുള്ള ആനകളൊക്കെ ഒന്ന് കറങ്ങി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കൊച്ചിന്റെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് കേക്ക് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയി ബിരിയാണി വെടിക്കെട്ടൊക്കെ പിന്നെ എന്തായാലും വെളുപ്പിനാ തുടങ്ങുള്ളൂ. അപ്പൊ അതിന് മുമ്പ് കുറച്ച് ഉറങ്ങാൻ വെച്ചിട്ട് സ്ഥലത്ത് കയറി കിടന്ന് ഉറങ്ങിടാം. അവിടെ ഞങ്ങൾ ഇറക്കിയിട്ട് പിന്നെ ഒന്നും നോക്കില്ല. അതിന്റെ അടുത്ത് തന്നെയുള്ള ഇതൊരു കടയുടെ ഫ്രണ്ടിലെ തുണി വെച്ചിട്ട് അവിടെ കിടന്നു. ഒരു സ്ഥലത്ത് അങ്ങനെ അവസാനം കിടന്നപ്പോൾ ഒരു കോഡ് തന്നെ തുടരും സിനിമയ്ക്ക് ഫ്രീ ടിക്കറ്റ് ഇടുന്നു പറഞ്ഞിട്ട്. എന്നാ പിന്നെ അത് കാണാനായിട്ട് രാഗൻ തിയേറ്ററിലോട്ട് ഓടി എത്തിപ്പിക്കും പറയാം ഇന്റർവെല്ലായി ഇനി നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. ആ വിഷമം തീർക്കാനായിട്ട് വീണ്ടും ഞങ്ങൾ പാറമക്കാവിനോട് പോയിട്ട് ബിരിച്ചെറുപ്പ് തുടിച്ചു. എന്നിട്ട് വീണ്ടും ആദ്യം കിടന്ന കടത്തിന്റെ ഇറങ്ങിയപ്പോഴാണ് ഓട്ടോ ചേട്ടന്മാർ ഈ കടികൾ കൊണ്ട് തന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ കടത്തിന്റെ പോയി കിടന്നു കഴിഞ്ഞപ്പോഴേക്കും വെടിക്കെട്ടോട്ടുള്ള ടൈമായി. വെടിക്കെട്ടൊക്കെ തുടങ്ങാൻ അത്യാവശ്യം ലാഗൊക്കെ ഉണ്ടായി, സ്വാഭാവികം. വെടിക്കെട്ടൊക്കെ ചുമ്മാ സീനായിരുന്നു, നിന്ന് കിളിങ്ങി. അങ്ങനെ ഈ കൊല്ലത്തെ പൂരം ഉഷാറായിരുന്നു. ഞാൻ എന്തായാലും ഈ വണ്ടി പിടിച്ച് വീട്ടിലെത്താൻ നോക്കട്ടെ. ശരി എന്നാ, ബൈ.